നമസ്കാരം. പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ എല്ലാ ലോകരാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിന്നിട്ടും ചൈന മാത്രമാണ് പാകിസ്ഥാനെ പിന്തുണച്ചത്. പിന്തുണ മാത്രമല്ല, പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയതും ചൈന തന്നെയായിരുന്നു. ഇതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയും പാകിസ്ഥാനും ചേർന്ന് റഫാൽ യുദ്ധവിമാനത്തിനെതിരെ വൻ നുണപ്രചാരണം അഴിച്ചുവിടുന്നതായി ആരോപിച്ച് റഫാൽ ജെറ്റുകൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനിയും ഫ്രഞ്ച് രഹസ്യ ഏജൻസികളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ചൈന റഫാലിനെതിരെ പരത്താൻ ശ്രമിക്കുന്ന നുണപ്രചാരണത്തിന് 10 ഇരട്ടി പ്രചാരണം നൽകാൻ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടി നേതാവിന്റെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും പ്രചാരണങ്ങൾക്ക് ഇവിടുത്തെ മോദി വിരുദ്ധ മാധ്യമങ്ങൾ വൻ പ്രചാരണമാണ് നൽകിയത്. ഇത് ആഗോള മാധ്യമങ്ങളിൽ വാർത്തയാകാൻ ചൈനയ്ക്ക് സാധിക്കുകയും ചെയ്തു. റഫാലിന്റെ വിൽപ്പന തകർക്കുക, പകരം ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്ക് വിപണി പിടിച്ചെടുക്കുക എന്നതാണ് ഈ നുണപ്രചാരണത്തിന് പിന്നിലെ ചൈനയുടെ ലക്ഷ്യം. റഫാലിനെതിരെ നുണപ്രചാരണം അഴിച്ചുവിടുക വഴി റഫാൽ യുദ്ധവിമാനം വാങ്ങിയിരുന്ന ഏഷ്യയിലെ രാജ്യങ്ങളെ പിന്തിരിപ്പിക്കുന്നതിൽ ചൈന ഏതാണ്ട് വിജയിച്ചതായി പറയപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ 3 റഫാൽ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നായിരുന്നു ചൈനയും പാകിസ്ഥാനും പ്രചരിപ്പിച്ച നുണ. ഇത് പിന്നീട് ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഏറ്റെടുത്തു. ചൈന ലോകത്തുള്ള അവരുടെ എംബസികൾ വഴിയും ഈ നുണ എല്ലാ രാജ്യങ്ങളിലും പരമാവധി പരത്താൻ നോക്കി. നിരവധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന വെബ്സൈറ്റുകളിലും റഫാലിനെതിരെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. എല്ലാ രാജ്യങ്ങളോടും ഫ്രഞ്ച് യുദ്ധവിമാനമായ റഫാൽ വാങ്ങരുതെന്ന സന്ദേശം നൽകുകയായിരുന്നു ചൈനയെന്ന് ഫ്രഞ്ച് രഹസ്യ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുകയാണ്. 10 മുതൽ 12 കോടി ഡോളർ വരെയാണ് ഒരു റഫാൽ ജെറ്റിന്റെ വിലയെന്നും ഇതിനേക്കാൾ ഫലപ്രദമാണ് അതിന്റെ 1/3 വിലയിലുള്ള ചൈനയുടെ യുദ്ധവിമാനങ്ങൾ വാങ്ങിയാൽ മതിയെന്നാണ് ചൈനയുടെ വിളംബരം. ആകാശത്ത് നടന്ന യുദ്ധവിമാനങ്ങൾ തമ്മിലുള്ള കടിപിടിയിൽ ചൈനയുടെ J-10C റഫാലിനെ വെടിവെച്ചിട്ടു എന്നതാണ് ചൈന പ്രചരിപ്പിച്ച വാർത്ത. J-10Cക്ക് 4 കോടി ഡോളറേ വിലയുള്ളൂ. ഫ്രഞ്ച് പ്രതിരോധ മേഖലയ്ക്ക് മികച്ച ബിസിനസ്സാണ് റഫാൽ ജെറ്റ് കൊണ്ടുവന്നത്. വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി 62 റഫാൽ ജെറ്റുകളാണ് ഇന്ത്യ വാങ്ങിയത്. ഇതിൽ 36 എണ്ണം വ്യോമസേനയ്ക്കെങ്കിൽ 26 എണ്ണം നാവികസേനയ്ക്കായിരുന്നു. ഇതിനു പിന്നാലെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ ബിസിനസ്സുകൾ കൂടി സ്വന്തമാക്കാൻ ഫ്രഞ്ച് കമ്പനി ശ്രമിക്കുന്നതിനിടയിലാണ് ഇവിടങ്ങളിൽ മേധാവിത്വം നേടാൻ ചൈന ശ്രമിക്കുന്നത്. റഫാൽ നിർമ്മിക്കുന്ന ദസോൾട്ട് ഏവിയേഷന്റെ CEO ആയ എറിക് ട്രാപ്പിയർ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. ഫ്രഞ്ച് മാസികയായ ചലഞ്ചിൻസിൽ 3 റഫാൽ ജെറ്റുകളെ വെടിവെച്ചിട്ടെന്ന പാകിസ്ഥാന്റെ അവകാശവാദം എറിക് ട്രാപ്പിയർ നിഷേധിച്ചു. മറ്റ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കാണിച്ചാണ് റഫാൽ ജെറ്റ് വെടിവെച്ചിട്ടു എന്ന പേരിൽ പാകിസ്ഥാനും ചൈനയും നുണപ്രചാരണം നടത്തിയതെന്ന് ഫ്രഞ്ച് രഹസ്യ ഏജൻസി പറയുന്നു. ചൈനയുടെ യുദ്ധവിമാനമാണ് കേമമെന്ന് പ്രചരിപ്പിക്കാനായി 1000-ൽ പരം പുതിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ചൈന പ്രചാരണം നടത്തിയിരുന്നു. ഇതിനായി AI ഉപയോഗിച്ച് സൃഷ്ടിച്ച ഉള്ളടക്കങ്ങളും ചിത്രങ്ങളും വരെ ചൈന ഉപയോഗിച്ചുവെന്ന് ഫ്രഞ്ച് രഹസ്യ വിവരശേഖരണ ഏജൻസികൾ അവകാശപ്പെടുന്നു. പക്ഷേ ഓൺലൈൻ ദുഷ്പ്രചാരണം ചൈനയിലെ സർക്കാർ നേരിട്ട് നടത്തുകയാണെന്നതിന് തെളിവുകൾ ശേഖരിക്കാൻ ഫ്രാൻസിനായിട്ടില്ല. ചൈനീസ് എംബസികളിലെ പ്രതിരോധ അറ്റൻഷൻ വിദേശ പ്രതിനിധികളുമായി നടത്തുന്ന യോഗങ്ങളിൽ റഫാലിനെതിരെ പരമാവധി കള്ളം പ്രചരിപ്പിച്ചതായും ഫ്രഞ്ച് രഹസ്യ ഏജൻസി പറയുന്നു. റഫാൽ വാങ്ങാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികളോടാണ് ചൈനയുടെ എംബസി ഉദ്യോഗസ്ഥർ റഫാലിനെ കുറിച്ചുള്ള കള്ളങ്ങൾ പറഞ്ഞു ഫലിപ്പിച്ചത്. ഇതുവരെ 533 റഫാൽ ജെറ്റുകൾ വിറ്റിട്ടുണ്ട് ഫ്രാൻസ്. അത് ഇന്ത്യ, ഖത്തർ, ഗ്രീസ്, ക്രൊയേഷ്യ, UAE, സെർബിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്കാണ് ജെറ്റുകൾ വിറ്റത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.
ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.